ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. മുടി കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു റെമഡിയും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അത്ഭുത ചെടി തന്നെയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുട്ടിക്കാലമായിരിക്കും ഓർമ്മ വരുന്നത്. ചിലർക്കൊക്കെ പണ്ടൊക്കെ സ്ലേറ്റൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഇതിന് മഷിത്തണ്ട്, അതുപോലെ തന്നെ തഴുതാമ, വെള്ളത്തണ്ട് എന്ന പേരിലൊക്കെ അറിയപ്പെടും. പെപ്പറോമിയ ഫിലോസിഡ എന്ന സയന്റിഫിക് നെയിമും ഇതിനുണ്ട്. അപ്പം ഇതിന്റെ ഗുണങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഷോക്കാവുന്നതാണ്. ഇത് സ്ലേറ്റ് മായ്ക്കാൻ മാത്രമല്ല കേട്ടോ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന്റെ തണ്ടും ഇലയും വേരും എല്ലാം നമുക്ക് ഔഷധയോഗ്യമാണ്. തണുപ്പുള്ളതും കൂടുതൽ ഈർപ്പമുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. അപ്പോൾ പറിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല വൃത്തിയുള്ള സ്ഥലത്താണോ ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇത് യാതൊരു പരിചരണവും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പറിച്ചെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം അതിന്റെ ഇല മാത്രമായിട്ട് ഞാൻ ഇതുപോലെ ഇടികല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തണ്ടും നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. തലവേദനയുള്ള സമയത്തൊക്കെ ഇത് ചതച്ച് ഇതിൻ്റെ നീരോട് കൂടി നമ്മൾ നെറ്റിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ്. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ വേദനയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം, നീരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. മൂത്രക്കല്ല്, അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക്, കഫക്കെട്ട് കുറയ്ക്കാൻ, കൊളസ്ട്രോളിന്, പ്രമേഹത്തിന്, നമ്മുടെ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ, മദ്യത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നല്ലൊരു അത്ഭുത മരുന്ന് തന്നെയാണ് കേട്ടോ ഇത്. ഓൺലൈനായിട്ടൊക്കെ നമുക്കിത് കിട്ടുന്നതാണ്. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ വെറുതെ പിഴുതെറിഞ്ഞ് കളയുന്ന ഈ ചെടി നമുക്ക് ഇതുപോലൊക്കെ യൂസ് ചെയ്യാം. ഇതിന് മാത്രമല്ല കേട്ടോ, തോരനായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജ്യൂസ് രൂപത്തിൽ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നിങ്ങളിത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 100% തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് ഇത് ചതച്ചെടുത്തതെന്ന്. ഇതിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് തന്നെ തുള്ളി പോലും വെള്ളം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തലവേദനയുള്ള സ്ഥലത്ത്, നീർക്കെട്ടുള്ള സ്ഥലത്ത്, അതുപോലെ തന്നെ ആണിരോഗമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യൂർ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഇത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിൽ തളിരലയും തണ്ടുമാണ് കേട്ടോ ഉള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നല്ലൊരു സൗന്ദര്യ സംരക്ഷണ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മുഖത്തിന് അലർജിയോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഈ ഇല മാത്രമായിട്ട് അരച്ചെടുത്ത് കുറച്ച് തൈരോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബ്ലീച്ച് പോലെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ മുഖക്കുരു ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ ആ മുഖക്കുരുയുടെ പാടുകളൊക്കെ പോയിട്ട് മുഖക്കുരുക്കെ പോയിട്ട് മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആയി കിട്ടാനും നല്ല സോഫ്റ്റ് ആയി കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. 10 പൈസ ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ അടുത്തതായിട്ട് ടിപ്സോ റെസിപ്പിയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇന്നലെ ഞങ്ങൾ വയനാട് പൂപ്പൊലി അമ്പലവയലില്ലേ അവിടെ എക്സിബിഷന് പോയിരുന്നു. അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ മാത്രമാണ്, വളരെ കുറച്ച് മാത്രം കേട്ടോ. വീഡിയോ നല്ല ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഞാനിതിൽ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒന്ന് കയറി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് സമയം വേസ്റ്റ് ആവില്ല, പൈസയും വേസ്റ്റ് ആവില്ല. അത്രയ്ക്കും നമുക്ക് മനസ്സിനും അതുപോലെ തന്നെ ശരീരത്തിനും ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ. കുട്ടികൾക്കും വലിയവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ പോവാത്തവരൊക്കെ ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യുക. അടിപൊളിയായിരുന്നു. വീഡിയോ നല്ല ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യാം. जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया ना मैं हुआ जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज
सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं। मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया। ना मैं हूँ आशिक जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही। सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं। मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया। ना मैं हूँ आशिक जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही। सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं। मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया। ना मैं हूँ आशिक जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही। सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं। मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया। मैं हूँ आशिक जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही। सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं। मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया।
जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया ना मैं जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा നമ്മുടെ പ്രോഡക്റ്റ് മാജിക്കൽ പേന നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന സ്കെച്ച് പെൻ നോർമലാണ്, ഇത് സീൽഡ് ആണ്. ഓക്കെ, നമ്മളിത് വെറുതെ ഊതിയാല് വരൂല. രണ്ടുപേരും മക്കളെ ഇതിനകത്ത് പേന വെക്കാം, ക്ലോസ് ചെയ്യാം. ബലൂൺ ഊതാൻ അറിയാമോ? ബലൂൺസ് അറിയാം. ബലൂൺ ഊത പോലെ നമ്മൾ ഊതി കൊടുക്കാം. പെയിന്റിംഗ് ചെയ്യും. പേന തീരുമ്പോൾ നിങ്ങളുടെ ഈ മക്കൾക്ക് സാധാരണ സ്കെച്ച് പേന കടയിൽ നിന്നുള്ളത് വാങ്ങിച്ചു കൊടുക്കാം. ഇത് ഒരിക്കലും പൊട്ടിച്ചളയാതെ വെച്ചേക്കാം. +2 വരെയും 1ാം ക്ലാസ് തൊട്ട് +2 വരെ അസൈൻമെന്റ്സ്, പ്രൊജക്ട്, ഡിസൈനിങ്, ഗ്ലാസ് പെയിന്റിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ പാക്കേജിന്റെ ഉള്ളിൽ ഇതാണ് മെയിൻ. ഇത് 2 ഉണ്ട്. ഒരു പാക്കറ്റ് 2 പേർക്ക് യൂസ് ചെയ്യാം. പടങ്ങളുണ്ട്, സ്കെച്ച് ഉണ്ട്. സെറ്റോട് കൂടി ഇവിടെ ഓഫറാണ് 200 രൂപ. ഇതിന്റെ പ്രൈസ് 270 ആണ്, ഓഫറാണ് 200 രൂപ. പെയിന്റിംഗ് ചെയ്യാം. അതുപോലെ നമ്മൾ വെറുതെ ഊതി കൊടുക്കാം. പെയിന്റിംഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ സ്റ്റിക്കറും പാടെ വേണ്ടേ? പറഞ്ഞുതരാം. ഈ സ്റ്റിക്കർ കിട്ടുമോ? സ്റ്റിക്കർ അല്ല, അതിനകത്തുണ്ട്. जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं പൊലിയിലെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. വീഡിയോ നല്ല ലെങ്തി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും പോയിട്ട് എൻജോയ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ വളരെ വിലക്കുറവിൽ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യട്ടെ. എല്ലാം നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഒന്നും ഞാൻ വീഡിയോയിലൂടെ കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പോയത് വയനാട്ടിലെ ബത്തേരിയിൽ തന്നെയുള്ള
സ്വർഗം പാർക്കിലാണ് കേട്ടോ. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഉള്ളതാണ്. ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് രാത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക കേട്ടോ. ശരിക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലങ്ങൾ തന്നെയാണിത്. അപ്പോൾ വയനാട്ടിലുള്ളവരും അതുപോലെ തന്നെ ഇതുവരെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഈ പെറ്റ് സെൻറ്ററിൽ പെറ്റ്സിനെ നമ്മൾ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ബോട്ട് റൈഡ് ഉണ്ട്. ഫിഷിങ്ങിനൊക്കെ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ച് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് കണ്ടു നോക്കുക കേട്ടോ. जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया ना मैं हुआ जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही गुम सा गया ना मैं हुआ जाने तमन्ना जाने अदा तुझे जैसा है सोचा पाया वो ही सूरज की किरणों सा एक चेहरा देखा है तुम सा मैंने नहीं मेरी मोहब्बत का हर लम्हा तुझ में ही അടുത്തതായിട്ട് നരച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ. 100% തന്നെ റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ഇരുമ്പിച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഹെന്ന പൗഡറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ തലയിൽ നരിയുള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ നിങ്ങൾ നെല്ലിക്കാപ്പൊടി എടുക്കുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒരു ഓവർനൈറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴുകിക്കളയാം. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആവും നമ്മളുടെ മുടി. ഹെന്ന തേച്ച അന്ന് തന്നെ നമ്മളിത് ട്രൈ ചെയ്യരുത്. പിറ്റേ ദിവസം ഹെന്ന തേക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ബ്രൗൺ നിറമാകും. പിറ്റേ ദിവസം ഇതുപോലെ കുറച്ച് നീലയമരി ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മൾ ആ ബ്രൗൺ നിറമായിട്ടുള്ള മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാൽ നന്നായിട്ട് നമുക്ക് മുടി ബ്ലാക്ക് ആയി വരുന്നതാണ്. നീലയമരി മിക്സ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക. കുറേ സമയം വെച്ചതിന് ശേഷം എല്ലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടില്ല കളർ ചേഞ്ച്. ഇതുപോലെ നമ്മുടെ മുടിയും നന്നായിട്ട് കറുപ്പായി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.